നമ്മൾ ഈ കഴിഞ്ഞ ബജറ്റിലൊക്കെ ഈ എന്താ പറയുക സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു കണക്കെടുപ്പ് വളരെ പ്രധാനമായിട്ട് കഴിഞ്ഞ ബജറ്റ് ഡിസ്കഷനിലൊക്കെ നമ്മൾ നടത്തിയിരുന്നു. ഇത്തവണയും അത് വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിക്കുന്ന ധനകമ്മി ധനകാര്യമന്ത്രി തന്നെ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത് 4.8% എന്നാണ്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ 4.4% അത് നിജപ്പെടുത്തും എന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോഴും 4.8 എന്നും 4.4 എന്നുമാണ് കേന്ദ്രത്തിൻ്റെ ധനക്കമ്മിയെക്കുറിച്ച് അവർ കണക്കാക്കുന്ന കണക്ക്. അതേസമയം സംസ്ഥാനങ്ങളുടെ കണക്ക് അത്ര അനുവദിക്കാൻ കേന്ദ്രം തയ്യാറുമല്ല. എക്കണോമിക് റിവ്യൂ പറയുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരെ സ്റ്റേബിളാണ് എന്നാണ് എക്കണോമിക് റിവ്യൂ അവകാശപ്പെടുന്നത്. അതിൻ്റെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം സാമ്പത്തിക വളർച്ചയുടെ തോത് പറയുന്നുണ്ട്. 6.4 എന്നുള്ള കണക്ക് പറയുന്നുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം 6.3 മുതൽ 6.7 വരെ ആകാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കണക്കുകൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേന്ദ്രം ഒരു മാനദണ്ഡത്തിൽ നിജപ്പെടുത്തുകയും സംസ്ഥാനങ്ങളെ മറ്റ് ചില വ്യവസ്ഥകൾക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അത് തുടരുന്നതിലെ ഒരു പ്രോബ്ലം, ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? അതെ അതെ, തീർച്ചയായിട്ടും. അത് എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മളത് ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ്. ഈ ഒന്നാമത്തെ കാര്യം, ഈ GDP-യുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾക്ക് അതിൻ്റെ GDP കണക്കാക്കുന്ന മാനദണ്ഡവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റിലേക്ക് വരുന്ന സമയത്ത് FRBM ആക്ട് 2003 നടപ്പാക്കിയതിന് ശേഷം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ 3.5% ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏകപക്ഷീയമായിട്ടൊരു എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ സ്ട്രെയിറ്റ് ജാക്കറ്റഡ് ആയിട്ട് ആ ഒരു ഫിസ്ക്കൽ പ്രൂഡൻസ് നടപ്പാക്കാനൊരു ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല സംസ്ഥാനങ്ങളും അവരുടെ ചെലവുകൾ കുറച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ധനകാര്യ അച്ചടക്കം നടപ്പിലാക്കാനൊരു ശ്രമം നടത്തുകയുണ്ടായി. അപ്പം മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പോൾ കോവിഡ് കാലത്ത് തന്നെ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് ഇല്ലാത്ത, നമ്മൾ സാധാരണ ലോക്കലായിട്ട് പറയുമ്പോൾ രാജാവിനേക്കാൾ വലിയൊരു രാജഭക്തി സംസ്ഥാനങ്ങൾ കാണിക്കുകയുണ്ടായി. കോവിഡ് സമയത്ത് അവരുടെ ചെലവുകൾ കുറച്ചു വെച്ചുകൊണ്ട്, അതേസമയം കേരളം 4% വരെ ആകാം എന്ന് കേന്ദ്രം പറഞ്ഞിട്ടും 4% വരെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൊണ്ടുപോകാതെ 3.5% നിജപ്പെടുത്തുകയാണ് സംസ്ഥാനങ്ങൾ ചെയ്തത്. കേരളം ആ സമയത്തും കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയാണ് കൈക്കൊണ്ടത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിയാൽ വളരെയധികം, 5.8 ആയിരുന്നു, പിന്നെ അത് കുറഞ്ഞ് ഇപ്പം 4.8 അത് 4.4% GDP-യുടെ 4.4% കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് ബാധകമല്ലാത്ത രീതിയിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേന്ദ്രം കുറേ കാലമായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരം കൃത്യമായ ഒരു ധനകാര്യ മൗലികവാദം, ഒരു വലതുപക്ഷ ധനകാര്യ മൗലികവാദമാണ് ഈ FRBM ആക്ട് വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജയതി ഘോഷ് ഒരിക്കൽ പറയുകയുണ്ടായി, ഇത് മുഴുവനും, അതായത് വരുമാനം മുഴുവനും കേന്ദ്ര സർക്കാരിനുള്ളതാണ്, അതേസമയം മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഈ ഒരു ഫിസ്ക്കൽ സിറ്റുവേഷനെ കൊണ്ടുപോയി FRBM ആക്ട് പറയുന്നത്, ഇവർ തന്നെ പാർലമെൻറ്റിൽ പാസ്സാക്കിയ FRBM ആക്ടിനെ അനുസരിക്കാത്ത രീതിയിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അവർ ഉയർത്തി വയ്ക്കും. അതേസമയം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയും എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്.